കേരളത്തിലെ പൂരപ്പറമ്പുകളിലെ മേളനാദം ഇനി മുംബൈയിലും. പുരുഷാധിപത്യമായ മേളവേദിയിൽ പുതുചുവടായി സ്ത്രീകളുടെ സാന്നിധ്യം. മുംബൈയിലെ ചെമ്പട അരങ്ങേറ്റം ശ്രദ്ധേയമായി. 15 മാസത്തെ പരിശ്രമത്തിന്റെ ഫലമായി ഒരു കൂട്ടം പ്രവാസികൾ ചേർന്നുണ്ടാക്കിയ ഈ സംഗീതയാത്ര സാംസ്കാരിക നവോത്ഥാനത്തിന് പുതിയ അധ്യായം കുറിച്ചു. 16 മുതൽ 60 വരെ പ്രായമുള്ള 16 പേരാണ് ഒരേ സ്വപ്നവുമായി യാത്ര ആരംഭിച്ചത്. കേരളത്തിന്റെ പൈതൃക കലാരൂപമായ ചെണ്ടമേളം അഭ്യസിച്ച് വേദിയിൽ അവതരിപ്പിക്കണമെന്ന മോഹം, അതാണ് ഇവരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നത്. ഈ കൂട്ടായ്മയിൽ 16 വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ 3 പെൺകുട്ടികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. പരമ്പരാഗതമായി പുരുഷന്മാർ നിറഞ്ഞു നിന്ന മേളവേദിയിൽ വനിതകളുടെ സാന്നിധ്യം കൗതുകമായി. നല്ലസൊപ്പാറ ചെറു ശബരിമല ക്ഷേത്ര ഭരണസമിതിയുടെ പിന്തുണയോടെയാണ് പരിശീലനം ആരംഭിച്ചത്. മുംബൈയിലെ പ്രശസ്ത ചെണ്ട കലാകാരൻ കലാക്ഷേത്രം അജയൻ നായരുടെ ശിക്ഷണത്തിൽ ആദ്യപാഠങ്ങൾ തുടങ്ങി. പ്രതിദിന തിരക്കുകൾക്കിടയിലും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടിയ ഇവർ മാസങ്ങളോളം കഠിനാധ്വാനം നടത്തി താളത്തിന്റെ ലോകത്ത് പ്രാവീണ്യം നേടി. ഗുരുവിന്റെ പുത്രനായ ആദിത്യൻ നയിച്ച പരിശീലനത്തിലൂടെ കൃത്യതയും ആത്മവിശ്വാസവും കൈവരിച്ച സംഘം 15 മാസത്തെ അഭ്യാസത്തിന് ശേഷം അരങ്ങേറ്റത്തിനൊരുങ്ങി. മാർച്ച് 15 രാവിലെ നല്ലസൊപ്പാറ ചെറു ശബരിമല ക്ഷേത്രത്തിന്റെ ഭജന മണ്ഡപത്തിൽ ചെമ്പടമേളം കൊട്ടിക്കയറി. പൂരപ്പറമ്പുകളുടെ ഓർമ്മകളെ ഉണർത്തുന്ന താളനാദം മുംബൈയിലെ സദസ്സിനും ആവേശം പകർന്നു.